എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ജനുവരിയിൽ വളരെ കുറച്ച് വീഡിയോകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ അടയാളപ്പെടുത്തുക. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണാം, ആ ഓപ്ഷൻ കൂടി ഒന്ന് ടച്ച് ചെയ്ത് വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് വരാം. സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ രേണുവായിരുന്നു. ഒരു 6 മാസങ്ങൾക്ക് മുമ്പേ രേണുവായിരുന്നു. രേണുവിനെ വെച്ചായിരുന്നു കണ്ടന്റ്. റിയാക്ഷൻ വീഡിയോ ആയാലും രേണു വന്ന് പറയുന്ന വീഡിയോ ആയാലും, രേണുവിൻ്റെ സുഹൃത്തുക്കളുടെ റിയാക്ഷൻ വീഡിയോ ഉണ്ട്, രേണുവിൻ്റെ സുഹൃത്തുക്കളിടുന്ന വീഡിയോകളുണ്ട്. ഏത് വീഡിയോ വന്നാലും ഏറ്റവും കൂടുതൽ റീച്ച് രേണുവിനെ കുറിച്ച് പറയുന്ന കണ്ടന്റിനായിരുന്നു. ഇന്ന് ജാസി, ആണും പെണ്ണും കെട്ടവൻ ആണ് ഇന്ന് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ജാസിയെ വെച്ച് ചെയ്യുന്ന വീഡിയോകൾ കയറിപ്പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്നത് ഹെലൻ ഓഫ് സ്പാർട്ട, അതിലാണ്. ആ ചാനലിലാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ആളുകൾ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജാസി അവളെ തുണി പൊക്കി കാണിച്ചു കൊടുത്തു എന്നാണ് ജാസി പറയുന്നത്. ജാസി തുണി പൊക്കി കാണിച്ചു കൊടുത്തു എന്ന് ജാസി പറയുമ്പോഴും ഹെലൻ പറയുന്നുണ്ട്, എനക്ക് കാണിച്ചു തന്നിട്ടൊന്നുമില്ല, കാണണോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ട് സർജറി കഴിഞ്ഞിരിക്കുകയാണ്, എൻ്റെ സർജറി കഴിഞ്ഞത് കാണിച്ചു തന്ന വിശ്വാസമാകുമല്ലോ. അപ്പോൾ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി അവൾ തുണി പൊക്കി കാണിക്കാനും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ. ഈ ജാസി എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ? കുറച്ച് സിലിക്കൺ നെഞ്ചിൽ വെച്ച് വരിഞ്ഞ് കെട്ടി തരം മാറിക്കൊണ്ട് കുറേ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ പെണ്ണായി, ഞാൻ സർജറി ചെയ്തു, ഞാൻ പെണ്ണായി, പെണ്ണാവാൻ വേണ്ടി ഞാൻ സർജറി ചെയ്തു, ഞാനൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്ത്രീകളെ മൊത്തം അവഹേളിക്കുകയാണ് ജാസി ചെയ്യുന്നത്. എടേ, നീ സർജറി ഒന്നും ചെയ്യാതെ തന്നെ കുറേ കാലമായിട്ട് സാരിയും ചുരിദാറും എല്ലാ വേഷങ്ങളും നീ ഇട്ടു നടക്കണം. നീ ജീൻസ് ഇട്ട് വാടാ തെണ്ടി, നീ ജീൻസ് ഇട്ടിട്ട് വാ. അപ്പോൾ കാണാം നമുക്ക് നീ കാണാണോ ഉള്ളത്, അവിടെ പെണ്ണിൻ്റെതാണോ ഉള്ളത്, ആണിൻ്റെതാണോ നിൻ്റെ സ്ഥാനത്തുള്ളത് ഉള്ളത്. ആ ജീൻസ് ഇട്ട് വാ. എന്നെ വെല്ലുവിളിക്കുന്നു, നീ ജീൻസ് ഇട്ട് വാ, ഞാൻ കാണിച്ചു തരാം എന്താണ് മാറ്റം എന്നുള്ളത്. നീ സാരി ഉടുത്ത് വരുമ്പം നീ എന്ത് ചെയ്യണം? അവിടെ ചരടിട്ട് വലിച്ച് കെട്ടി വെച്ചിരിക്കുകയാണോ കാലിൻ്റെ തുടയിലേക്ക്? ആണോടാ തെണ്ടി, ഉളുപ്പില്ലാത്തവൻ? നീ ആണല്ലടാ, നീ എന്തിനാടാ പെണ്ണാണെന്നും പറഞ്ഞ് ഈ വേഷം കെട്ടി? എന്നെ പോലെ കുറേ പേരുണ്ടടോ, ട്രാൻസ്ജെൻഡറാണ്, ഞങ്ങൾ പെണ്ണാണ് എന്ന് പറയുന്നവരുണ്ട്. അവരാരും എന്നെ പോലെ ഇങ്ങനെ വന്നിട്ട് മെഴുകുന്നില്ല കേട്ടോ. അതുകൊണ്ട് പറയാണ്, നീ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്ത്രീകൾ കുറേ പേര് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലല്ല നീ പിന്നെ പർദ്ദ ഇട്ട് നടക്കേണ്ടി വരും. നീ പർദ്ദ ഇട്ടോ, അതാണ് നിങ്ങൾക്ക് ചേരുന്നത്. മുസ്ലിംസ് സ്ത്രീകൾ പുരുഷന്മാരുടെ മുന്നിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കാറില്ല. പണ്ട് കാലം മുതലേ അങ്ങനെയാണ്. ഇപ്പോഴും പരമ്പരാഗതമായി ഈ പർദ്ദ ധരിച്ചിട്ടാണ് ഒരുപാട് സ്ത്രീകൾ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഹോസ്പിറ്റലിൽ വരെ പോകുന്നത് പർദ്ദ ഇട്ടിട്ടാണ്. നീ പർദ്ദ ഇട്ട് വാടാത്തട്ടി, ആണും പെണ്ണും കെട്ടവനെ, നീ ഇങ്ങോട്ട് വാ. എന്നിട്ട് നീ പെണ്ണാണെങ്കിൽ ഒന്ന് കാണിക്ക്. നീ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ആണായി. എന്താ എൻ്റെ മുട്ടമണി മുറിച്ച് കളഞ്ഞോ? അത് മുറിച്ച് കഴിഞ്ഞാൽ നിനക്ക് ജീവൻ ഉണ്ടാവില്ല. അത് ആദ്യം നീ മനസ്സിലാക്കുക. അത് മുറിക്കുന്നതോടുകൂടി നിന്റെ ജീവൻ പോകും. ഏത് ഹോസ്പിറ്റലാടാണ് എൻ്റെ മുട്ടമണി മുറിച്ച് തന്നത്? മനസ്സിലായിട്ട് ചോദിക്കുക. ഉളുപ്പില്ലാത്തവനെ, നീ വന്ന് മെഴുകുന്നുണ്ടല്ലോ. നീ അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, എന്നെ വെച്ചെല്ലാവരും എന്നെ കണ്ടന്റ് ആക്കിയിട്ടെല്ലാവരും യൂട്യൂബിൽ കുറേ ആളുകൾ എന്നെ കണ്ടന്റ് ആക്കിയിട്ട് കാശുണ്ടാക്കുക. നിന്നെ കണ്ടന്റ് ആക്കാൻ നീ എന്തിനാടെ വന്ന് നിരങ്ങുന്ന യൂട്യൂബിൽ? നീ ഇങ്ങനെ ഓരോരോ ദിവസവും 3-4 വീഡിയോ അല്ലേ ഇട്ടുകൊണ്ടിരിക്കുന്നത്.
ആ വീഡിയോയിൽ വരുന്ന കണ്ട് നമ്മളൊക്കെ കണ്ടിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഇനിയും ചെയ്യും. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ കേട്ടോ. മനുഷ്യനായാൽ കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്നത് വേണം. നിന്റെ ഒരു ഉമ്മ ബാപ്പ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നിന്റെ ബന്ധുക്കളൊക്കെ, അവരൊക്കെ തലയിൽ മുണ്ടിട്ടാണോ നടക്കുന്നത്? നീ രണ്ടു ഭാഗവും പിന്നിയിട്ട് മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി എന്തൊരു അന്തസ്. നീ ഇങ്ങനെ മെനങ്ങി നടക്കുന്നത് കാണാനും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ഒരു സ്ത്രീയാണല്ലോ നിനക്ക് കൂട്ടിനിരുന്നത്. ആ പെരേര കല്യാണം കഴിച്ചെന്നും പറഞ്ഞിട്ട് കുറച്ച് തുളസിമാലയും ഇട്ടുകൊണ്ട് വന്നിരുന്നൊരു പെണ്ണുണ്ടല്ലോ, ആ പെൺകുട്ടി. കുട്ടിയാണോ വലുതാണോ പെണ്ണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചുരിദാറിട്ട് കണ്ടപ്പോൾ ഒരു അധികം പ്രായമില്ലാത്ത ഒരു 10-30 വയസ്സിൻ്റെ താഴെ പ്രായം തോന്നുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ തോന്നിയത് കൊണ്ടാണ് ഞാൻ പെൺകുട്ടി എന്ന് പറഞ്ഞത്. അവരുടെ പേരോരോന്നും എനിക്കറിയില്ല. അവരായിരുന്നു നിനക്ക് കെയറിങ്ങും ഷെയറിങ്ങും രണ്ടും നടന്നു കാണും അല്ലേ? ഇനി ഈ വീഡിയോ എടുത്തിട്ട് നീ കൊണ്ടുപോയി കൊടുക്കുക. ആർക്കാന്ന് വെച്ചാൽ കൊണ്ടുപോയി കൊടുക്കുക. അതൊന്ന് കാണണം. നീ ഹെലൻ്റെ പുറകെ ഇങ്ങനെ വാലും പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല കേട്ടോ. ഹെലൻ മാത്രമല്ല, ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. എല്ലാവരെയും കൂട്ടിക്കോ. നീ സ്ത്രീകളാണ് കൂടുതൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ. എല്ലാവരെയും കൂടെ ചേർത്തിട്ട് നീ കൊണ്ടുപോയിട്ടൊരു കേസ് കൊടുക്കുക. നമുക്ക് അവിടെ വെച്ച് കാണാം. അവിടെ നിന്നും നീ തുണി പൊക്കി കാണിച്ചു കൊടുക്കണം സ്റ്റേഷനിൽ നിന്നും. ഇതാ എൻ്റെ മുട്ടമണി മുറിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു സ്ത്രീയുടെ എല്ലാം കൊണ്ടും സ്ത്രീയാകാനുള്ള ഒരു അവയവം അവിടെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. എടാ, നിന്റെ മുട്ടമണി മുറിച്ചത് കൊണ്ട് നിനക്ക് ഗർഭപാത്രം ഉണ്ടാകുമോ? നിനക്ക് പ്രസവിക്കാൻ പറ്റുമോ? ഗർഭിണിയാകാൻ പറ്റുമോ? ചുരുക്കി പറഞ്ഞോ, ഈ ഗർഭപാത്രം എന്ന് പറയുന്ന ആ ഒരു അവയവം ഉണ്ടല്ലോ, അത് നീ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല മോനെ കേട്ടാ. ജാസി, എടാ നാറി ചെറ്റേ, ഒന്ന് പറയടാ. നീ വന്ന് പറ, എനിക്ക് മറുപടി താട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്തും കണ്ട ജാസിൻ്റെ ചെവിയിലൊന്ന് കേൾപ്പിക്കണേ. അവൻ്റെ മുട്ടമണി മുറിച്ചിട്ട് അവിടെ ഒരു സ്ത്രീയുടെ അവയവം വന്നിട്ടുണ്ടത്രേ. ഗർഭിണിയാകാനും ആഷിക്കൊരു കുഞ്ഞിനെ കൊടുക്കാനുമുള്ള ഗർഭപാത്രം എന്ന മൂല്യമേറിയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മൂല്യമേറിയ ഒരേ ഒരു അവയവമാണത്. കണ്ടോ? അതുള്ളവർ മാത്രമാണ് സ്ത്രീ. ആ ഗർഭിണി ആകുന്നത് ആ ഗർഭപാത്രത്തിലാണ് കുഞ്ഞുണ്ടാകുന്നത് കേട്ടോ. ആ കുഞ്ഞിനെ പുറത്തെടുക്കാം. ഒന്നുകിൽ നോർമൽ പ്രസവിക്കാം, അല്ലെങ്കിൽ സർജറി ചെയ്തും എടുക്കാം. നിനക്ക് എങ്ങനെയാടാ പ്രസവിക്കാൻ കഴിയുക? നിനക്ക് ഗർഭപാത്രം ചെയ്യണ്ട. നീ എവിടെയാടാ കുഞ്ഞിനെ വെക്കാൻ പോണത്? പോയി ദത്തെടുത്ത് കൊണ്ടുവാ. ഒരു കുഞ്ഞിനെ ദത്തെടുത്തിട്ട് വാ. ഒരു കല്യാണം കഴിച്ച് ആ പെണ്ണിനെ മൊഴിയും ചൊല്ലി ഇപ്പോൾ ആണല്ല ഞാൻ പെണ്ണാണ്, അതുകൊണ്ടാണ് അവൾ നിൽക്കാതെ പോയത്. അവൾക്ക് വേണ്ടതൊന്നും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്ത് കൊടുക്കാൻ കഴിയാത്ത എൻ്റെ കയ്യിലുള്ളത് അവിടെ പോയി ഇതുവരെ എപ്പോഴും ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ആ സാധനം, കൊടുക്കാനുള്ള സാധനം. അത് കൊടുത്തുകൂടെയായിരുന്നു എനിക്ക്. ഈ തോന്നിയവാസിയായിട്ടല്ലേ എന്നാ നടക്കുന്നത്. നാട്ടിൽ വന്നിട്ടും വിദേശത്തിരുന്നും നീ ആളുകളെ പറ്റിക്കുന്ന എമ്പൊങ്കി. എടാ, എങ്ങനെയാടാ സാധിക്കുന്നത് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ഇത്രയൊക്കെ ആളുകൾ നിനക്കെതിരായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടിട്ടും നീ ഇപ്പോഴും അതിൽ പിടിച്ച് കയറി ഇങ്ങോട്ട് നിൽക്കുവാണല്ല. യൂസ്ലെസ്. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഒരു ചേച്ചി വന്നിരുന്ന് പറയുന്ന കേട്ടു. ഈ ചേച്ചി ഇപ്പം എവിടുന്നാ വന്നത്? ഇതുവരെ കണ്ടില്ലല്ലോ. അന്നൊന്നും വേണ്ട. ഞാൻ 2 കൊല്ലമായിട്ട് ഇതിനകത്തൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യണം, ആരുടെ വീഡിയോ ചെയ്യണം, എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ ജാസി അല്ല. എടാ ജാസി, നിനക്ക് വേണ്ടിയിട്ടെടാ വായിക്കൂടെ നമ്മളിങ്ങനത്തെ ഒക്കെ പറയേണ്ടി വന്ന്. നിൻ്റെ ഈ ഒരു ആണും പെണ്ണും കെട്ട രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഇതേപോലെ പറയേണ്ടി വരുന്നത്. നിന്നെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം പഠിച്ച കുറച്ച് വാക്കുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മളൊന്നും ഈ ഭാഷ ഇവിടെ വീട്ടിലൊന്നും ഉപയോഗിക്കുന്നതല്ല. ഈ ഭാഷയൊന്നും ആരോടും ഉപയോഗിക്കേണ്ടി വന്നിട്ടും ഇല്ല. മനസ്സിലായില്ലേ?
എന്നെ ചീത്ത വിളിക്കാൻ ഇതൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പറയാം അടുത്ത വീഡിയോയിൽ കേട്ടോ. സുഹൃത്തുക്കളെ, എല്ലാവരും ഈ വീഡിയോ കണ്ട് ജാസിയുടെ അടുത്ത് എത്തിക്കണം കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ. ഒരു ചെറിയ ചാനലാണേ, പറ്റുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ പോയിക്കോളൂ കേട്ടോ. എല്ലാവരും കാണണേ ഈ വീഡിയോ. ഓക്കെ, ബൈ.